അസ്സലാമലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു എഗ് ഫ്രൈഡ് റൈസ് ആണ്. ഈ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം തന്നെ റൈസ് തയ്യാറാക്കി വെക്കുവാണെങ്കിൽ പിറ്റേ ദിവസം കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് മുൻപോ അതല്ലെങ്കിൽ കോളേജിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് നമുക്ക് ഇത് തയ്യാറാക്കാൻ ഒരു 5 മിനിറ്റ് പോലും വേണ്ടി വരില്ല. ഇത് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കുന്ന ഒരു ഫ്രൈഡ് റൈസ് ആണ്. അപ്പൊ ഞാൻ ഇതിനു മുൻപ് ഇട്ട ട്യൂട്ടി ഫ്രൂട്ടി കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഒരുപാട് പേര് അത് ട്രൈ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ നിങ്ങൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും എനിക്ക് റിപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഒരു ക്യാരറ്റ്. അപ്പോൾ വലിയ ക്യാരറ്റ് ആണെങ്കിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയും മതിയാകും. പിന്നെ ഞാനിവിടെ ഒരു 6 ബീൻസും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ ചൈനീസ് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു 4 പീസ് എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചെറുതാണുള്ളതെങ്കിൽ ഒരുണ്ട ചെറിയ വെളുത്തുള്ളി എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് സ്പ്രിംഗ് ഒണിയൻ വേണം. ഈ സ്പ്രിംഗ് ഒണിയൻ്റെ ഈ വേര് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതിൻ്റെ ഈ ബൾബ് പോലെ ഇരിക്കുന്ന ആ പീസ് നമ്മൾ കട്ട് ചെയ്ത് ഈ വെളുത്തുള്ളിക്കൊപ്പം ആദ്യം തന്നെ വഴറ്റിയെടുക്കും. അതിനുശേഷമാണ് ഇതിൻ്റെ ലീഫ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പം ഇത്രയും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഈ എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ. പിന്നെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റും ബീൻസും ഒന്നും ഇല്ലെങ്കിലും ബാക്കിയുള്ള ചേരുവ വെച്ചിട്ട് നമുക്ക് ഈ എഗ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് റൈസാണ്. അപ്പം നമുക്ക് രാവിലെയാണ് ഈ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നതെങ്കിൽ നമുക്ക് രാത്രി തന്നെ ഇതുപോലെ ചോറ് വേവിച്ച് വെക്കാവുന്നതാണ്. ഈ ചോറ് ഞാൻ 90% വെന്ത ശേഷം ഇത് ഡ്രെയിൻ ചെയ്തെടുത്തു. ഡ്രെയിൻ ചെയ്തിട്ട് ഇനി ഒരു ടിപ്പുണ്ട് ഈ ചോറ് ഒട്ടാതിരിക്കാൻ. ഇത് കണ്ടോ, ഇത് ഒറ്റയായിട്ടാണ് ഈ ചോറ് കിടക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഡ്രെയിൻ ചെയ്യാൻ വെച്ച ശേഷം നല്ല തണുത്ത വെള്ളം ഇതിന് മുകളിലേക്ക് ഒഴിച്ച് ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം ഈ ചോറ് ഒട്ടിപ്പിടിക്കത്തില്ല, ഇതുപോലെ ഒറ്റയായിട്ട് കിടക്കും. ഇതിപ്പോൾ ഞാൻ 250 ml 1 കപ്പ് റൈസ് എടുത്തതാണ്. ഇതിനൊന്നും പ്രത്യേകിച്ചൊരു കണക്കൊന്നുമില്ല. നമ്മളുടെ പാകത്തിന് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ റൈസും വെജിറ്റബിൾസും തിരഞ്ഞെടുക്കാം. ഞാൻ ഈ വെജിറ്റബിൾസ് എല്ലാം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഉള്ളിയുടെ ആ ബൾബ് പോലെ ഇരിക്കുന്ന ആ ഒരു പോർഷനാണ് ഈ അരിഞ്ഞിരിക്കുന്നത്. ഇതും വെളുത്തുള്ളിയും ചേർത്തിട്ടാണ് നമ്മൾ ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പം നമുക്കിനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ട് ഈ 3 മുട്ട ഈ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി പാകത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് സ്പ്രിംഗ് ഒണിയൻ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത്രയും മതിയാകും. ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കേണ്ട പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു കാസ്റ്റ് അയണിന്റെ പാനാണ് എടുത്തിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ എപ്പോഴും ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നത്. നമ്മളിത് ഒഴിക്കുന്നതിന് മുൻപ് ഇത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓയിൽ നന്നായി ചൂടായ ശേഷം മാത്രം നമ്മൾ മുട്ട ഇതിലേക്ക് ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം. ഓയിൽ ചൂടായിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടാനും നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുട്ടയിലേക്ക് തന്നെ കുറച്ച് സ്പ്രിംഗ് ഒണിയൻ ചേർത്തത്. മുട്ട ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ മുട്ട ഉണ്ടാക്കി ഇതേ പാനിലേക്ക് തന്നെയാണ് നമ്മളിനി മറ്റ് വെജിറ്റബിൾസും ഇട്ട് വഴറ്റുന്നത്. ഇതിലേക്ക് വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ സ്പ്രിംഗ് ഒണിയൻ്റെ ആ ഒരു ബൾബ് പോലത്തെ ഒരു പീസ് ഞാനിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും വെളുത്തുള്ളിയും ബീൻസും കൂടി ഇട്ട് വഴറ്റി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഞാനിത് വഴറ്റിയെടുക്കുന്നത്. ഈ വെജിറ്റബിൾസ് ഓവർ കുക്കാവാൻ പാടില്ല. ഫ്രൈഡ് റൈസിന് എപ്പോഴും നല്ല ഒരു ഫ്രഷ്നെസ് ഉണ്ടാവണം വെജിറ്റബിൾസിന്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ ക്യാരറ്റും ഈ സ്പ്രിംഗ് ഒണിയൻ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് സ്പ്രിംഗ് ഒണിയൻ നമുക്ക് ഡെക്കറേഷന് വേണ്ടി മാറ്റി വെച്ചേക്കണം കേട്ടോ.
ഇതിലേക്ക് ഇനി ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്ത കുരുമുളകാണിത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ വേവിച്ച് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം. ഈ റൈസും വെജിറ്റബിൾസും ഒന്ന് മിക്സ് ആയ ശേഷം നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ടും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം ഈ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. റൈസ് പൊട്ടിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒണിയൻ അരിഞ്ഞതും കൂടി ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. ഇനി ഞാനിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റുവാണ്. ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഒണിയൻ കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ സെർവ് ചെയ്യുമ്പം ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ല ഒരു ഐറ്റമാണ്. ഇതിന് നിങ്ങൾ കണ്ടില്ലേ, അധിക സമയമൊന്നും വേണ്ട ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളെങ്കിലും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതെല്ലാം എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് വെച്ച് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്.